ഹാഡിയേഴ്സ് കേരളത്തിൽ വാല്യുവേഷൻ ക്യാമ്പുകൾ നല്ല തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ സയൻസ് അധ്യാപകരിൽ ലഭിച്ച ഒരു അൺഒഫീഷ്യൽ ന്യൂസുമായിട്ടാണ് സാറ് വന്നിരിക്കുന്നത്. അതായത് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്തമാറ്റിക്സ് പോലുള്ള സയൻസ് വിഷയങ്ങളിൽ കുട്ടികൾ നല്ല രൂപത്തിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നാണ് അവരിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതായത് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും 20% ഹാർഡ് ക്വസ്റ്റ്യൻസ് ആക്കിയിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം കുട്ടികളും നല്ല രൂപത്തിൽ തന്നെ, അതായത് A+ലേക്ക് എത്താവുന്ന രൂപത്തിലുള്ള ആൻസേഴ്സ് അവരുടെ ആൻസർ പേപ്പറിൽ കണ്ടിട്ടുണ്ട് എന്നാണ് അവർ പറയുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇതിൽ ബുദ്ധിമുട്ടായ കുട്ടികളും അതിലുണ്ട്. ഇതെന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ A+ൻ്റെ അളവിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുമോ? കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക് അനലൈസ് നമുക്ക് നോക്കുന്ന സമയത്ത് 2024 71,831 നമ്മുടെ കേരളത്തിലെ മൊത്തം A+ൻ്റെ എണ്ണം എന്ന് പറയുന്നത്. എന്നാൽ ഇത് 2025 പോകുന്ന സമയത്ത് 61,449. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നല്ല രൂപത്തിലുള്ള കുറവ്, അതായത് 10,000-ലേറെ A+ൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. എന്ന് ഈ 2026 എന്താവാനായിരിക്കും ചാൻസ്? നിങ്ങളോടൊരു ഊഹം കമൻറ്റ് ചെയ്യാം. എന്നാൽ ഞാൻ പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 10,000 അല്ലായിരുന്നു കുറഞ്ഞത്, ഈ വർഷം ഒരു 15 അല്ലെങ്കിൽ ഒരു 50,000 അല്ലെങ്കിൽ 51, 52,000 A+ മാക്സിമം ആവാനാണ് ചാൻസ് കൂടുതൽ. ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പുസ്തകത്തിൻ്റെ മാറ്റം തന്നെ, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണിൻ്റെ മാറ്റം തന്നെ, അതുപോലെ തന്നെ നമ്മുടെ വാല്യുവേഷൻ ടൈറ്റ് ആകുന്നതും. അപ്പോൾ ഈ വരും വർഷങ്ങളിൽ നമുക്ക് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് നല്ല ടൈറ്റ് തന്നെയായിരിക്കും. ഈ വർഷത്തെ എൻ്റെ മക്കളോട് പറയാനുള്ളത്, ഈ വർഷം SSLC എഴുതുന്ന എൻ്റെ മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ എക്സാമിൻ്റെ തലേ ദിവസം പഠിക്കുന്ന പ്രവണത ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് അത് അതാത് ദിവസങ്ങളിൽ അന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ എന്ന ലക്ഷ്യം നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കും. തലേ ദിവസം പഠിച്ച കുട്ടികൾക്ക് കുറച്ച് ഹാർഡായിരിക്കും. എന്നാൽ ആരംഭത്തിൽ തന്നെ MS സൊല്യൂഷൻ്റെ കൂടെ പഠിച്ചോ. നമ്മൾ എല്ലാ ദിവസവും കൃത്യം ഏറെക്ക് നിങ്ങൾക്കായിട്ട് ബേസിക് ക്ലാസ്സുകളാവട്ടെ, ചാപ്റ്റേഴ്സ് ക്ലാസ്സുകളാവട്ടെ, പാർട്ടുകളായിട്ട് നമ്മൾ തരുന്നുണ്ട്. നമ്മളെ കൂടെ നിന്നോ, ആരംഭത്തിൽ തന്നെ പഠിച്ചോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.